സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ യുവജന പ്രസ്ഥാനം സംഘടിപ്പിച്ച ദ്വിദിന വേനൽ ശിബിരം പ്രവാസി പുതുതലമുറയ്ക്ക് വേറിട്ട അനുഭവമായി. അവധിക്കാലത്തിന്റെ ആലസ്യത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നവോന്മേഷം സമ്മാനിക്കുന്നതായിരുന്നു പ്രകൃതിയെ തൊട്ടറിയാനുള്ള ഈ അവസരം. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പ്രവാസി മലയാളിയുടെ ഉള്ളം തുടിക്കുന്ന ഈ വരികളും കാളവണ്ടിയും ഓലക്കുടിലും കപ്പിയും കയറും വൈക്കോൽ കൂനയും കൂടിയായപ്പോൾ ഗ്രാമീണതയുടെ നിറവ്. മുതിർന്നവർക്ക് ഗൃഹാതുരതയും കുട്ടികൾക്ക് പഴമയുടെ പുതുമയും സമ്മാനിക്കുന്നതായിരുന്നു ഈ വേനൽ ശിബിരം. പഴമയുടെ വസന്തകാലത്തിൻ്റെ ആ ഒരു ഓർമ്മ അത് കുട്ടികളിൽ എന്ന പോലെ മുതിർന്നവരിലും ഒരുപോലെ ജനിപ്പിക്കത്ത രീതിയിലാണ് ഇപ്രാവശ്യത്തെ ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ അധ്വാനം വേണ്ടിയ കാര്യമാണ്. ഒപ്പം വളരെയധികം കുട്ടികളെ 200ഓളം കുട്ടികൾ ഈ പ്രാവശ്യമുണ്ട്. പാരമ്പര്യത്തിന്റെയും സംസ്കൃതിയുടെയും ശേഷിപ്പുകൾ മക്കൾക്ക് പകർന്നു നൽകിയപ്പോൾ ശാസ്ത്രത്തിന്റെ നൂതന വിദ്യകളിൽ കഴിവ് പ്രകടിപ്പിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ മറുപടി. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ക്യാമ്പ് പത്രമിറക്കിയാണ് കൂട്ടത്തിലെ മുതിർന്നവർ സർഗവൈഭവം കാട്ടിയത്. ഇനിയൊരു യുദ്ധമുണ്ടെങ്കിൽ അത് ശുദ്ധജലത്തിനു വേണ്ടിയായിരിക്കുമെന്ന സന്ദേഹമാണ് പൊരിവെയിലത്തും ഇതേക്കുറിച്ചുള്ള ഡോക്യുമെന്ററി എടുക്കാൻ ഈ കുട്ടികളെ പ്രേരിപ്പിച്ചത്. ജലത്തെ സംബന്ധിച്ചുള്ള പഠനം നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ എല്ലാ വിശദാംശത്തിലും നൽകുക എന്നുള്ള ഉദ്ദേശമാണ് യുവജന പ്രസ്ഥാനം ഈ വർഷം വേനൽ ശിബിരത്തിന് നൽകിയിട്ടുള്ളത്. വളരെ പ്രധാനമായിട്ടുള്ളത് കുട്ടികൾക്ക് ദേവാലയ അന്തരീക്ഷത്തിൽ വളരെ തിമിർപ്പുള്ള ചില ദിവസങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വേനൽ ശിബിരത്തിലൂടെ കളിയും ചിരിയും ആട്ടവും പാട്ടുമെല്ലാം ആയപ്പോൾ നഷ്ടബാല്യം തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു കൊച്ചുകൂട്ടുകാർക്ക്. NM അബൂബക്കർ, മനോരമ.